So good morning all. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് KWന്റെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. എന്താണ് ഡെറിവേറ്റീവ്സ്? ലിമിറ്റ്സും ഡെറിവേറ്റീവ്സും നമുക്ക് റിലേറ്റഡ് ആണ്. അപ്പോൾ ലിമിറ്റ്സ് എന്താണെന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഡെറിവേറ്റീവ്സിലേക്ക് പോവാം. ലിമിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് കാണുന്നത്. So the limits and derivatives of a function can be represented by നോക്കിയ അപ്പോൾ നമ്മളൊരു ലിമിറ്റിന് ഒരു ഫംഗ്ഷന്റെ, അതായത് ഒരു f(x) എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ലിമിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലിമിറ്റ് x ടെൻഡിങ്സ് ടു a f(x) ഈക്വൽ ടു L എന്ന് പറഞ്ഞിട്ടാണ്. x ടെൻഡിങ്സ് ടു a എന്ന് പറയുമ്പോൾ f(x) എന്ന് പറയുമ്പോൾ നമുക്കറിയാം f(x) എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിന്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ എന്ത് പറയാ, x² + 2x + 4 അങ്ങനൊക്കെ പറഞ്ഞിട്ട്, അതായത് എക്സിന്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും f(x). ദെൻ എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ഈ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന വാല്യൂ എന്താണോ അതാണ് നമ്മൾ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞു എന്നുള്ളൂ. അതാണ് ഈ ലിമിറ്റ് x ടെൻഡിങ്സ് ടു a എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? ഡെറിവേറ്റീവ്സും കാണുന്നത്. അപ്പോൾ ലിമിറ്റ് വെച്ച് ഡെറിവേറ്റീവ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. f(x) ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0 f(x + h - f(x) ഹോൾ ഡിവൈഡഡ് ബൈ h. അതാണ് നമ്മൾ എന്ത് കാണാനുള്ള ഇക്വേഷൻ? ഡെറിവേറ്റീവ്സ് കാണാനുള്ള, ലിമിറ്റ് യൂസ് ചെയ്തിട്ട് ഡെറിവേറ്റീവ്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? f(x) ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0 f(x + h - f(x) ഡിവൈഡഡ് ബൈ h. ഇനി നമുക്ക് എന്താണ് ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു തിയറിറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. Limits of a function is the concept of limit can be described as the value of that approaches as the input gets closer to some particular number. അതായത് ഇൻപുട്ട് ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് മാറുമ്പോൾ അത് അറ്റൈൻ ചെയ്യണ അല്ലെങ്കിൽ അത് അപ്രോച്ച് ചെയ്യണ വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് എന്ന് പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈൻ ഇന്റഗ്രൽസ് ആൻഡ് കണ്ടിന്യൂറ്റി. ഓക്കെ, അതാണ് ഇന്റഗ്രൽസിന്റെ ഇന്റഗ്രേഷൻ ആയാലും ഡെറിവേഷൻ ആയാലും നമ്മൾ ലിമിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? കാണുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഗ്രാഫിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ഒന്ന് നോക്കിയേ. ആ രണ്ട് വാല്യൂം എക്സിന്റെയും വൈന്റെയും വാല്യൂ വാരി ചെയ്യുന്നതിനനുസരിച്ച് രണ്ട് വാല്യൂ അറ്റൈൻ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഇത്. നോക്കിയേ, ഇവിടെ ആരോ മാർക്ക് കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അതായത് എക്സിന്റെ വാല്യൂ എന്താ 4ൽ നിന്ന് ഡിക്രീസ് ചെയ്തിട്ട് വരുമ്പോഴായാലും വൈന്റെ വാല്യൂ 4ലേക്കും ഇതാവുമ്പോഴും എങ്ങനെയാണ് അതിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അത് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. കൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ എന്ത് തന്നിട്ടുള്ള? ലിമിറ്റ് x ടെൻഡിങ് ടു 6. അപ്പോൾ ലിമിറ്റ് f(x) ആണ്. ലിമിറ്റ് x ടെൻഡിങ് ടു 6 f(x) ആണ്. അപ്പോൾ ഇവിടെ f(x) എന്ന് പറയുന്നത് എന്താണ്? x - 3 ഇൻറ്റു x - 2 ഓൾ ഡിവൈഡഡ് ബൈ x - 4 ആണ് നമ്മളിവിടെ എന്തുള്ളത്? f(x) എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ ഉള്ളത്? ലിമിറ്റ് x ടെൻഡിങ് ടു ലിമിറ്റ് x
ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 6 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സിലെ എക്സിന്റെ വാല്യൂ 6ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ ചോദിച്ചാല് എഫ് ഓഫ് എക്സിലെ എക്സിന്റെ വാല്യൂന് എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? 6 വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ ഉള്ളത്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 6 എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. എല്ലാ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 6 കൊടുക്കും. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 3യില് 6 മൈനസ് 3 ആവും. 6 മൈനസ് 3 ഇൻറ്റു ഇവിടെ എക്സ് സെക്കൻഡ് ടേമില് 6 മൈനസ് 2 വരും. ആൻഡ് തേർഡ് ഡിനോമിനേറ്ററിൽ 6 മൈനസ് 4 വരും. അപ്പൊ എന്ത് കിട്ടി? 6 മൈനസ് 3 പറഞ്ഞാൽ 3, then 6 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 4, then 6 മൈനസ് 4 പറഞ്ഞാൽ 2. അപ്പൊ 2ഉം 4ഉം ക്യാൻസൽ ആയി 2, then ആൻസർ ഈസ് 6. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് പുട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒരു ഇൻട്രോയിന്റെ ഭാഗമായിട്ട് പറയുന്നത് മാത്രം കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ലിമിറ്റ്സിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ നേരത്തെ ഗ്രാഫിൽ കണ്ടല്ലോ. രണ്ട് സൈഡിൽ നിന്നും ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എന്താ വേണേ? മെർജ് ചെയ്യാണ്, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് സൈഡിൽ നിന്നും എന്തായിരുന്നു ലിമിറ്റ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. The unique number so obtained is known as the f of x left hand limit. At x equal to a, we express it as x equal to x equal to a if the function values at the point extremely near to a on the left tend to definite unique number as x goes to a. അതായത് ലെഫ്റ്റിൽ നിന്ന് എന്താണ് എയിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The unique number as x goes to a from on the left. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എഫ് ഓഫ് എ മൈനസ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടെൻസ് ടു എ മൈനസ് എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ്സ് ടു 0. ഇവിടെ എഫ് ഓഫ് എ മൈനസ് 0, ഇവിടെ എക്ക് പകരം 0 കൊടുക്കും, എക്കല്ല എച്ചിന്. ഓക്കെ, ഇവിടെ നോക്കിയ എഫ് ഓഫ് എ മൈനസ് 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ മൈനസ്. ഇതിലിപ്പോ എച്ചിന് പകരം 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളത് എഫ് ഓഫ് എ മൈനസ് 0 തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ദെൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എ പ്ലസ് 0 ആണ് നമ്മൾ കൊടുക്കുക. അതാണ് ഇവിടെ കാണിക്കുന്നത്. എ പ്ലസ് 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ദെൻ എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ എഫ് ഓഫ് എ മൈനസ് എച്ച് ആണ്, എ മൈനസ് 0 ആണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ മൈനസ് എച്ച് വരും. ദെൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ എഫ് ഓഫ് എ പ്ലസ് 0 ആണ് വരുന്നത്. അതായത് എന്താണ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ്. അപ്പോൾ എക്സിസ്റ്റൻസ് ഒരു ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എപ്പോഴാണ് പറയാ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് if ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ബോത്ത് എക്സിസ്റ്റ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ്
ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ബോത്ത് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും എക്സിസ്റ്റ് ചെയ്യണം. എന്തിന്, ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ. ദെൻ എന്താണ് നെക്സ്റ്റ് പറയുന്നത് നോക്കിയാൽ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആവുമ്പോഴാണ് എന്ത് പറയണത്, ഇതാണ് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നോക്കിയാൽ ഒന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ദേ മസ്റ്റ് ബി ഈക്വൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കാം. ഇമ്പോർട്ടൻറ്റ് തിയറം ഓഫ് ലിമിറ്റ്സ് ആണ് ഇനി പറയുന്നത്. ഇന്ന് നമ്മൾ കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. അടുത്ത ക്ലാസ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, the important theorems of limits are follows. If f is a polynomial or a rational function and a in the domain of f, then limit x tends to a ക്യാപിറ്റൽ എ എഫ് ഓഫ് എക്സ്. ഇത് ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ആണ്. അതായത് ലിമിറ്റ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ എക്ക് പകരം കെയോ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം, കെനെ പുറത്തേക്ക് എടുത്തിട്ട് ലിമിറ്റ്, അതായത് ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റിന് ബാധകമല്ല എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞ എന്ത് തിയറം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് തിയറം, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ ഫസ്റ്റ് തിയറം നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആണെങ്കിൽ then limit x tending to a f of g of x എന്ന് പറയുന്നത് ലിമിറ്റ് x tending to a g of f of x ആണ്. ഞാൻ പറയാം, ലിമിറ്റ് x tending to a f of g of x. ഓക്കെ, അതായത് എഫിന്റെ ഫംഗ്ഷൻ ആയിട്ട് ജി എന്ന ഫംഗ്ഷൻ ആണ് വരുന്നത്. ദെൻ ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്താ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സെയിം ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ടെൻഡിങ്സ് ടു എ ജി ഓഫ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണ് എന്നാണ് തിയറത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറംസ് കണ്ടു. ദെൻ ലിമിറ്റ്സ് റെപ്രസെൻറ്റേഷൻ, ലിമിറ്റ് എക്സ് ടെൻഡിങ്സ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലിമിറ്റിന്റെ, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് പ്രോപ്പർട്ടീസ് ആണ്. ലിമിറ്റ്സിന്റെ ബേസിക് പ്രോപ്പർട്ടീസിനെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, അഡീഷൻ്റെതാണ് പറയുന്നത്. അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ പി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പി ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആണ് പറയുന്നത്. അതായത് ലിമിറ്റ് ഇപ്പോൾ സെയിം രണ്ട് ഫംഗ്ഷന് സെയിം ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്താ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ലിമിറ്റ് കാണാമെന്നാണ് അത് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താന്ന് നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത്, സബ്സ്ട്രാക്ഷനാണ് പറയുന്നത്. സെയിം കാര്യം തന്നെയാണ് പറയണത്. സബ്സ്ട്രാക്ഷന്റെ കേസിലായാലും സബ്സ്ട്രാക്ഷന്റെ കേസിലായാലും ഇവിടെ നോക്കിയ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ പി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്
equal to limit tends to ax tends to a p of x minus limit x tends to a g of x. അപ്പൊ നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടിനെയും കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? കമ്പൈൻ ചെയ്തിട്ട് ലിമിറ്റ് x tends to a p of x plus or minus g of x equal to limit x tends to a f of x plus or minus limit x tends to a g of x എന്ന് എഴുതാം. ഓക്കെ, ദെൻ അപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഞാൻ പറയാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിൽ പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത്? ഫോർ എ റിയൽ നമ്പർ കെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഓഫ് കെ ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പി ഓഫ് എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്, ഫംഗ്ഷൻ അല്ല. സോ ഈ ഇവിടെ പുറത്ത് പറയുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് എന്തില്ല, കെക്ക് ബാധകമല്ല. അതുകൊണ്ട് നമുക്ക് കെനെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി ഫംഗ്ഷന് മാത്രം എന്ത് കൊടുത്താൽ മതി, ലിമിറ്റ് അപ്ലൈ കൊടുത്താൽ മതി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷന് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സെയിം സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പി ഓഫ് എക്സ് into g of x equal to limit x tends to a p of x into limit x tends to a g of x എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഡിവിഷന്റെ കാര്യമാണ്. ഡിവിഷനിൽ പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷന് പകരം ഡിവിഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം ഡിവിഷൻ ഇവിടെയും വരും എന്നാണ്. അത്രയും മാറ്റേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഓർ ഡിവിഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഓർ ഡിവൈഡഡ് ബൈ the limit x tends to a g of x ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസുകൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കാം. ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസുകളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ഒരു ഫംഗ്ഷൻ നമുക്ക് തരുന്നത് സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ആ ടേമിലോ അല്ലെങ്കിൽ ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ടേമിലോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് കിട്ടുക സൈൻ ഇൻവേഴ്സ് എക്സ് ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അതെന്താണ്? ഇതിന്റെ ട്രിഗ്നോമെട്രിയിലായാലും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലായാലും സൈനിനും കോസിനും
ഇത് വരുമ്പോ എന്താണ് ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നോക്കി എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ആയാലോ സൈൻ എക്സ് ഡിവൈഡ് ബൈ ഇവിടെ നോക്കിയാൽ ഈ ലിമിറ്റ് ശ്രദ്ധിക്കണം. എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സും ലിമിറ്റ് ടെൻസ് ടു 0 ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സും എന്താണ് 1 ആണ് എന്നാ പറയുന്നത്. ദെൻ ഇതിപ്പോ നോക്കിയ ഡയറക്റ്റ് നമ്മൾ എക്സിന് 0 പുട്ട് ചെയ്ത് കൊടുത്താല് സംഭവം റെഡി ആവൂല. പക്ഷെ ഇതിന് നമുക്ക് വേറെ ഡെറിവേഷൻ ഉണ്ട്. നമുക്ക് പക്ഷെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു എന്താണ് PSC ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചതാണ്. സോ നമ്മൾ ഫോർമുലാസുകൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സൈൻ എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സും എന്താണ് 1 ആണ്. സെയിം ഇൻവേഴ്സിൽ വരുമ്പോഴും സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ എക്സും എന്താണ് 1 ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നാച്ചുറൽ ലോഗരിതം 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്താണ് 1 ആണ്. എന്താ പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ കണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നാച്ചുറൽ ലോഗരിതം 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ എന്താണ് നമുക്ക് പറഞ്ഞത് സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സും ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സും സൈൻ ഇൻവേഴ്സ് ഡിവൈഡ് ബൈ എക്സ് ദെൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്താ ഒക്കത്തിന് ആൻസർ എന്താണ് 1 ആണ്. ദെൻ നാച്ചുറൽ ലോഗരിതം 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്താണ് 1 ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം എ ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ സോറി അതായത് എ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം എ ആണ്. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ 1 ആണ്. ഇവിടെ നോക്കിയ എ റൈസ് ടു എക്സ് ആണ്, ഇവിടെ ഇ റൈസ് ടു എക്സ് ആണ്. ആ രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കിയേക്കുക. എ റൈസ് ടു എക്സ് വരുമ്പോൾ നാച്ചുറൽ ലോഗരിതം എയും ഇ റൈസ് ടു എക്സ് വരുമ്പോൾ 1 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് സംഭവമാണ്. അപ്പൊ നോക്കുക എക്സ് ടെൻസ് ടു എ ആണ്, എക്സ് ടെൻസ് ടു 0 അല്ല. മനസ്സിലാക്കി വെക്കുക. എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് അത്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് ഇവിടെ ലിമിറ്റിന്റെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ എക്സ് ടെൻസ് ടു 0 ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത് എക്സ് ടെൻസ് ടു ആണ്. ദെൻ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, അതായത് മുകളിൽ പവേഴ്സ് വരുന്നുണ്ട്, എന്നിന്റെ പവർ ആയിട്ട് വരുന്നുണ്ട്. ദെൻ താഴെ പവർ എന്ന് പറയുന്നത് 1 ആണ്, എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആണെന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 1 ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ്
x tends to 0, 1 plus x. Okay. Then എന്താണ് limit x tends to 0. Limit x then limit x tends to 0, 1 plus x or raised to m minus 1. ഇവ നോക്കിയിട്ട് പറയാട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് limit x tends to 0, 1 plus x raised to m minus 1 divided by x equal to m ആണ് എന്നാ പറഞ്ഞത്. ഓക്കെ, then നെക്സ്റ്റ് എന്താന്ന് നോക്കാം. ഫോർമുലാസുകളാണ്. ക്ലാസ് കുറച്ച് ബോറിംഗ് ആണെന്ന് അറിയാം. കൺസെപ്റ്റ്സ് മനസ്സിലായെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെക്ഷന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ നേരത്തെ കണ്ടു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്തായിരുന്നു 1 ആണ്. പക്ഷെ സൈൻ എക്സ് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ സെയിം കോസിലും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. Then limit x, ഇത് നേരത്തെ നമ്മൾ കണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. പറയാം എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, അതെന്താണ് 0 ആണെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, നമ്മൾ നേരത്തെ കണ്ട കുറെ പ്രോപ്പർട്ടീസ് ഇതിൽ കാണുന്ന ഫോർമുലാസുകൾ തന്നെയാണ്. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്താണ് 1 ആണ്. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്താണ് 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എ ആണ്. മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടൊക്കെ എക്സ് ടെൻസ് ടു 0 ആണ്, ഇവിടെ എക്സ് ടെൻസ് ടു എ ആണ്. ഓരോ ലിമിറ്റിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എ ആണ്. ഓക്കെ, then limit of 1 raised to infinity. The limits of 1 raised to infinity എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാനുള്ളത്. then limit x tends to 0, 1 plus x all raised to, ഇത് നേരത്തെ നമ്മൾ കണ്ടത് 1 plus x all raised to 1 by x എന്ന് പറയുന്നത് എന്താണ് e ആണ്. then limit x tends to infinity, 1 plus 1 by x all raised to x എന്ന് പറയുമ്പോൾ അതും e ആണ്. then x tends to infinity, 1 plus a by x raised to x എന്ന് പറയുന്നത് e raised to a ആണ്. Okay.
കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ മോഡൽ ആവുന്നുണ്ട്. എനിവേ നമുക്ക് എന്താണ് ഫോർമുലാസ് കയ്യിലുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 1/x. അതായത് ഇവിടെ പവർ 1/x ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിന്റെ വാല്യൂ എന്താണ്? ഇ ആണ് വരുന്നത്. Then next, limit x tends to infinity 1 plus 1/x all raised to x എന്ന് പറയുമ്പോൾ e raised to x ആട്ടോ. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയേ, ഈ ഫസ്റ്റില് ലിമിറ്റ് ടെൻസ് ചെയ്യുന്നത് 0യിലേക്കാണ്. പവർ 1/x ആണ്. ടേം പറയുമ്പോൾ എക്സ് ആണ്. ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലാണ്. പവർ പോകുന്നത് എക്സിലാണ്. ദെൻ ഫംഗ്ഷൻ ടേമിൽ വരുന്നത് 1/x ആണ്. റേസ് ടു എക്സ് ട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് a/x റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ e റേസ് ടു a. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഓക്കെ, ഡെറിവേറ്റീവ് ഈസ് ഓൾസോ നോൺ ആസ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഓഫ് y with respect to x. It is used to optimize maximize or minimize a function. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച മാക്സിമ മിനിമ ഒക്കെ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് y with respect to x. അതായത് എക്സിന് ചേഞ്ചിനനുസരിച്ച് വൈയിൽ അറ്റൈൻ ചെയ്യുന്ന വാല്യൂ എന്താണോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഫംഗ്ഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് യൂസ്ഡ് ടു മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഡെറിവേറ്റീവ്സിന് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഇവിടെ ഇപ്പോൾ ഡെറിവേറ്റീവ് കാണുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ നോക്കിയേ, if we need to find the derivative of sin x at x equal to 0, then അപ്പോൾ നമ്മൾ എന്തെടുക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആയിരിക്കും. സൈൻ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0യിലുള്ള സൈൻ എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കാണുന്നത്, അതായത് ഡെറിവേറ്റീവ് കാണുന്നത്. ദെൻ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ എന്താണ്? f dash of x equal to f of x plus h minus f of h whole divided by h എന്നാണല്ലോ നമ്മൾ ഡെറിവേഷൻ കാണാനുള്ള ഇക്വേഷൻ. സോ ഇതിൽ എച്ചിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്ന? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം എന്താണ്? 0 പ്ലസ് അറ്റ് എക്സ് ഈക്വൽ ടു 0യിലായതുകൊണ്ടാണ് എക്സിന് പകരം എന്ത് കൊടുക്കുന്നത്? എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എക്സിന് നമ്മൾ എന്ത് കൊടുക്കും? 0 കൊടുക്കും. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വന്നു. ദെൻ
നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എഫിന് പകരം നമ്മൾ എന്താ, നമ്മളെ ഫംഗ്ഷൻ എന്താണ്? സൈൻ ആണ്. അപ്പോൾ സൈൻ 0 പ്ലസ് എച്ച് സൈൻ 0 ഡിവൈഡ് ബൈ എച്ച്. ദെൻ സൈൻ 0 എത്രയാണ്? 1 ആണെന്ന് നമുക്കറിയാം. സൈൻ 0 പ്ലസ് എച്ച് പറയുമ്പോൾ സൈൻ എച്ച്. അപ്പോൾ ഇത് നോക്കിയേ, സൈൻ എച്ച് ബൈ എച്ച്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസിൽ ഫോർമുലാസിൽ കണ്ടതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്താണ്? 1 ആണ്. സോ ആൻസർ ഈസ് 1. അതായത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. The derivative function is the derivative of sum of two function is sum of derivatives of third function. ഡെറിവേറ്റീവ്, രണ്ട് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് പ്ലസ് ചെയ്യുന്നതിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന് നമ്മൾ ഡെറിവേഷൻ കൊടുക്കുന്നതും അതിനെ സെപ്പറേറ്റ് എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും ഡെറിവേഷന് സെപ്പറേറ്റ് കണ്ടിട്ട് ആഡ് ചെയ്യുന്നത് എന്താണ്? ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് the derivative of difference between two function is the difference between the derivative of that two function. Okay. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ, അതായത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന് ഡെറിവേഷൻ കൊടുക്കുന്നതും എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും സെപ്പറേറ്റ് ഡെറിവേഷൻ കൊടുത്തിട്ട് അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നതും എന്താണ്? ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് സം ഓഫ് ഡെറിവേഷനും ഡിഫറൻസ് ഓഫ് ഡെറിവേഷനും കണ്ടു. ദെൻ പ്രൊഡക്റ്റ് പറയുന്നത് നോക്കിയാൽ നമ്മളെ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയാ പ്രൊഡക്റ്റ് റൂൾ അതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. അതായത് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ്. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രൊഡക്റ്റ് റൂള് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അതായത് രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുമ്പോൾ അത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് ഞാൻ എഴുതി കാണിക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് റൂള് പറയുന്നത്. ദെൻ കോഷ്യൻ റൂള് എന്ന് പറയുന്നത് എന്തിനാണ്? പ്രൊഡക്റ്റ് കാണുന്നതാണ് എന്ത്? പ്രൊഡക്റ്റ് റൂള്. ദെൻ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് എന്ത്? ഡിവിഷൻ, രണ്ട് ഫംഗ്ഷന്റെ ഡിവിഷന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല പറയുന്നതാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. കോഷ്യൻ റൂൾ എന്താ പറയുന്നത് നോക്കിയേ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ ഹോൾ സ്ക്വയർ. ഓക്കെ, ഞാൻ എഴുതി കാണിക്കാം.
derivative of f of x divided by g of x equal to second function into എന്ത് d by dx of first minus first function into d by dx of second all divided by second function whole square. ഓക്കെ, അതാണ് ക്വോഷ്യൻ റൂളിൽ പറയുന്നത്. ഒന്ന് മനസ്സിലാക്കുക, റൂളിലായാലും ക്വോഷ്യൻ റൂളിലായാലും വരുന്നത് എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ദെൻ സെക്കൻഡ് ടേമിൽ വരുന്നത് സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ്. പ്രൊഡക്റ്റ് റൂളിൽ പ്ലസ് ആണ് വരുന്നത്. ക്വോഷ്യൻ എന്ന് പറയുന്നത് ക്വോഷ്യൻ റൂളിൽ ഡിനോമിനേറ്റർ ആയിട്ട് സെക്കൻഡ് ഫംഗ്ഷന്റെ സ്ക്വയറും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റിലേറ്റ് ചെയ്ത് പഠിക്കട്ടോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഡെറിവേറ്റീവിന്റെ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് നമ്മൾ ഇത്രയും കാണുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് പറയുന്നത്. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ പറയുന്നത്? limit x tends to a f of x plus or minus g of x എന്ന് പറയുന്നത് limit x tends to a f of x plus or minus limit x tends to a g of x ആണ്. The limit of product is the product of limit. അത് നമ്മൾ നേരത്തെ ലിമിറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. limit x tends to a f of x g of x പറയുന്നത് limit x tends to f of x into limit x tends നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് ഡെറിവേറ്റീവ്സ് ഫോർമുലാസ് ആണ്. സം ഇമ്പോർട്ടന്റ് ഫോർമുലാസ്, ഡെറിവേറ്റീവ് ഫോർമുലാസുകൾ നോക്കാം. എന്തൊക്കെയാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് കെ. ഡി ബൈ ഡി എക്സ് ഓഫ് കെ എന്ന് പറയുമ്പോൾ അതായത് ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 0 എന്നാണ് പറഞ്ഞത്. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ലിമിറ്റ് ഒക്കെ ചെയ്തപ്പോൾ കണ്ടോ, കെ എന്ന് പറയുന്നത് പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അതായത് കെക്ക് എന്താണ് ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. പക്ഷെ ഓക്കെ, ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് കെ എന്ന് പറയുമ്പോൾ എന്താണ്? =0 ആണ്. കാരണം ഇവിടെ എക്സിന്റെ ടേം എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതെന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണെന്ന് പറഞ്ഞു. Then d by dx of x, d by dx of x എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, then d by dx of x raised to n എന്ന് പറയുന്നത് n into x raised to n minus 1 ആണ്. അതാണ് തേർഡിൽ പറഞ്ഞിട്ടുള്ളത്. d by dx of x raised to n ആണ്. n പവർ ആയിട്ടാണ് വരുന്നത്. x raised to n എന്ന് പറയുന്നത് n into x raised to n minus 1 ആണ്. ഓക്കെ, then d by dx of kx, അതായത് d by dx of k into x ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? k into k ആണ്. കാരണം അതെങ്ങനെ വന്നത്? നമ്മളിപ്പോ ഇത് പറയുന്നത് k എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്തിട്ട് d by dx of x എന്ന് എഴുതും. അപ്പൊ x എന്ന് പറയുന്നത് എക്സിന്റെ പവർ എന്താണ്? ഇവിടെ 1 ആണ്. അപ്പൊ 1 ഈ ഇക്വേഷൻ വെച്ചിട്ട് 1 into x raised to n minus 1 എന്ന് പറഞ്ഞാൽ 1 minus 1. അപ്പൊ എന്താണ്? x raised to 1 into x raised to 1 minus 1 0. So 1 into x raised to 0 എത്രയാ? 1. So answer is
1. അപ്പോൾ 1 ഇൻറ്റു കെ അത് provide. എന്താ നമ്മൾ ഡി ബൈ ഡി കെ ഇൻറ്റു എക്സ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞത്. അത് വരുന്നത് എങ്ങനെ ചോദിച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഡി എക്സ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇവിടെ എക്സിന്റെ പവർ എത്രയാ 1 ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എക്സ് റേസ് ടു എൻ എന്താ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കെ ഇൻറ്റു എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 കെ ഇൻറ്റു 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1 മൈനസ് 1 അപ്പോൾ എക്സ് റേസ് ടു 0. ഏത് സംഖ്യന്റെയും പവർ 0 ആണെങ്കിൽ വാല്യൂ എന്താണ് 1 ആണ്. കെ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ കെ. ഓക്കെ, അങ്ങനെയാണ് ഡി ബൈ ഡി എക്സ് ഓഫ് കെ എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ആണ്. അതൊക്കെ നമുക്ക് കിട്ടുന്നത് എന്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് കാണുന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, ഞാൻ കാണിക്കാം. നെക്സ്റ്റ് എന്താ പറഞ്ഞത് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് നമുക്ക് എന്ത് ചെയ്താൽ എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാം. സോ എന്താ എക്സ് റേ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എന്നിന്റെ ഫോമിൽ എഴുതുമ്പോൾ 1/2 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 1/2 മൈനസ് 1 1/2 ഇൻറ്റു എക്സ് റൈസ് ടു 1/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 മൈനസ് 1/2 നമുക്ക് എന്ത് ചെയ്താ എന്തെഴുതാ നമുക്ക് 1/2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2 1/x റേസ് ടു 1/2 എന്ന് എഴുതാലോ. സോ നമുക്ക് എന്ത് കിട്ടി 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 റൂട്ട് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടി ഡി ബൈ ഡി എസ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ആണ് കിട്ടി. ഇതിപ്പോ എങ്ങനെയാ വന്നത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഒന്നേ ഉള്ളൂ. ഇൻ കേസ് നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മളെ കയ്യിൽ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. സോ സെയിം റൂട്ട് എക്സിന്റെ നമ്മൾ കണ്ടു. ദെൻ അഗൈൻ 1/x എന്ന് പറയുമ്പോൾ മൈനസ് 1/x². അതും അതിലിട്ടു എന്താ എക്സ് റേസ് ടു എന്നിന്റെ ഫോമിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറയുന്നത് മൈനസ് 1/x² ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. ഓർത്ത് വെക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എന്ന് പറയുന്നത് 1/x ആണ്. ഞാൻ എടുത്ത് എഴുതി കാണിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്താണ് 1/x ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇ റൈസ് ടു എക്സ് ആണ്. നമുക്കറിയാം എ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ ആയാലും ഡിഫറൻഷിയേഷൻ ആയാലും അതിന്റെ വാല്യൂ ഇ റൈസ് ടു എക്സ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് ആണ് കേട്ടോ, പവർ ആണത്. ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ്, ഒക്കെ പഠിച്ചു വെക്കുക. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഓരോ ഇക്വേഷൻസും ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇത്രയും ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ കോൺസ്റ്റന്റിന്റെ 0 ആണ്, എക്സിൻ്റെത് 1 ആണ്. അത് മാത്രമേ ഓർത്ത് വെക്കേണ്ടുള്ളൂ. ബാക്കി മൂന്നും റിലേറ്റഡ് ആണ്. ദെൻ വരുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ്. ഇവിടൊക്കെ എക്സ് പവറിലാണ് വരുന്നത്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെറിവേറ്റീവ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് നോക്കാം.
നമ്മളെ ഡെറിവേറ്റീവിന്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ള ഫോർമുലയിലെ ഓരോന്നും ഫങ്ഷൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഫോർമുലാസുകളാണ് ഇത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്, ഓർത്ത് വെക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് പ്ലസ് കോസ് എക്സും കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സും ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീക് സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ആണ്. ഞാൻ റിലേറ്റ് ചെയ്ത് കാണിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് സീക് സ്ക്വയർ എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, ദെൻ ഇനിയുള്ളത് എന്താണ്, കൊസീക് എക്സിന്റെയും ടാൻ എക്സിന്റെയും ആണ്. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് സീക് എക്സ് എന്ന് പറയുന്നത് സീക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഓക്കെ, ഇതിലൊക്കെയാണ് മൈനസ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. മൈനസ് വരുന്നത് ഒന്ന് വരുന്നത് കോസിലാണ്, ദെൻ വരുന്നത് കോട്ടിലും, ദെൻ കൊസീക് എക്സിലുമാണ്. ദെൻ നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് കാണാനാണ് ചോദിക്കുന്നത്. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂളിൽ എന്താ പറയണത്? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ഒക്കെ സെയിം ആണ്, സൈൻ എക്സ് തന്നെ വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും എന്താണ്? സെയിം ആണ്, സൈൻ തന്നെയാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദ സൈൻ എക്സ് ഇവിടെ കാണിക്കുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആട്ടോ. അതെന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ആണ്. ദെൻ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്, ദെൻ സൈൻ എക്സ് ഇൻറ്റു ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് എക്സ് വരും. സോ ടു സൈൻ എക്സ്, ഇവിടെ നോക്കി നമുക്ക് എന്ത് കിട്ടി? രണ്ടും സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ ടു സൈൻ എക്സ് കോസ് എക്സ്. ടു സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2x ആണ്. മനസ്സിലായോ?
ഞാൻ കാണിക്കണോ എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന്? ഞാനൊന്ന് കാണിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. അപ്പൊ നമുക്ക് എന്താ പ്രൊഡക്റ്റ് റൂൾ പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതും സൈൻ എക്സ് ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അതെന്താണ്? സൈൻ എക്സ് ആണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. ദെൻ ഈ സൈൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ സൈൻ എക്സ് പ്ലസ് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ സൈൻ എക്സ്, ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പറയുമ്പോൾ കോസ് എക്സ്. ഇവിടെ നോക്കിയ രണ്ട് ടേമും സെയിം ആണ്. സോ 2 സൈൻ എക്സ് കോസ് എക്സ്, 2 സൈൻ എക്സ് കോസ് എക്സ് എന്തിന്റെ വാല്യൂ ആണ്? സൈൻ 2എക്സിന്റെ വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ 2എക്സ് ആണ് എന്ന് കിട്ടി. ഓക്കെ, എന്താ നമുക്ക് ലാസ്റ്റ് കിട്ടിയത്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സൈൻ 2എക്സ് പ്ലസ് സി. ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് കാണാനാണ്. അപ്പൊ എന്താണ് ചെയ്യുക? ഇത് എന്ന് പറയുന്നത് ഡിവിഷൻ വരുന്നു. സോ ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എക്സ് ഓഫ് എന്താണ് വന്നത്? എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1ഉം സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സും ആയിട്ട് എടുക്കുക. ദെൻ നമ്മൾ അതെന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ റൂളിൽ എന്താ പറയുന്നത്? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് all divided by സെക്കൻഡ് ഫംഗ്ഷന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ, ദെൻ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 നമുക്ക് അറിയുന്നതാണ്. ഞാൻ വെറുതെ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ദെൻ ഇതെന്താണ്? എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ്? എക്സിന്റെ പവർ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു 1 ദെൻ 1 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡെറിവേറ്റീവ് എന്താവും? 0. സോ നമുക്ക് ഇതിന് എന്ത് ചെയ്താം? എക്സ് ഇൻറ്റു 1 എക്സ് എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ടേമിൽ എന്താ വരുന്നത്? മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1. ഓക്കെ, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ദെൻ എന്ത്? എക്സ് മൈനസ് എക്സ്
-1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇവിടെ ഇപ്പൊ നമ്മൾ മൈനസ്, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്, മൈനസ് ഇൻറ്റു +1 -1. ഓക്കെ, അപ്പോൾ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആയി. സോ ബാക്കി എന്ത് കിട്ടും? -1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ആൻസർ ഈസ് -1 ബൈ എക്സ് സ്ക്വയർ. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇത് കൺസെപ്റ്റ് ഒന്ന് റെഡി ആവാനുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. നമുക്ക് MCQ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്. ലിമിറ്റ്സിന്റെ കൺസെപ്റ്റ് എന്താണ്? ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ദാറ്റ് അപ്രോച്ചസ് ആസ് ദ ഇൻപുട്ട് ഗെറ്റ് ക്ലോസർ ടു സം പെർട്ടിക്കുലർ നമ്പർ. വി ക്യാൻ ഷോ ദിസ് കൺസെപ്റ്റ് ത്രൂ ദ ഫോളോയിങ് ഗ്രാഫ്. ഒരു ഗ്രാഫ് വെച്ചിട്ട് കാണിക്കുകയാണ്. അതായത് ഇൻപുട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് അപ്രോച്ച്, ഒരു സം പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് ആക്കിയിട്ട് പറയുന്നത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗ്രാഫാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ട ഗ്രാഫ് തന്നെയാണത്. അതായത് രണ്ട് ഇൻപുട്ടും ഒരു പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് ടെൻഡ് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ള വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. Then next question എന്ന് പറയുന്നത് how you define derivatives. What is the derivatives formula? Derivative can be defined as the limit of the average rate of change in the function as the length of interval on which the average is computed tends to 0. അതായത് ഇതിന്റെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്താ പറയുക? ലിമിറ്റിന്റെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് വാല്യൂ ഇന്റർവെൽ എന്ന് പറയുന്നത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ, സീറോയിലേക്ക് അടുത്ത് വരുമ്പോൾ ഉള്ള ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ എഴുതുക. d/dt ഓഫ് അല്ലെങ്കിൽ d/dx ഓഫ് എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഏതാണ് വേരി ചെയ്യുന്നത് അതിലുള്ള ചേഞ്ചിനെയാണ്, റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡെറിവേറ്റീവ് ഫോർമുല നമുക്ക് എന്താണെന്ന് അറിയാലോ. അതിവിടെ ആയി പോയിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, then find the derivative of, next question നോക്കിയേ. find the derivative of find the derivative of 5x square minus 2x plus 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പൊ എന്താ? ഇവിടെ 5ന് പകരം 6 ആട്ടോ. ആൻസർ ചെയ്തപ്പോൾ 6ലാണ് ചെയ്തിട്ടുള്ളത്. ഓഫ് എക്സ് ഈക്വൽ ടു 6x സ്ക്വയർ മൈനസ് 2x പ്ലസ് 6 ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. d/dx ഓഫ് 6x സ്ക്വയർ മൈനസ് d/dx ഓഫ് 2x d/dx ഓഫ് 6. ദെൻ 6x സ്ക്വയർ പറയുമ്പോൾ 6 പുറത്തിട്ട് എടുത്തിട്ട് നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഇത് കാണും. എക്സ് സ്ക്വയറിന്റെ ഇത് എന്ന് പറയുമ്പോൾ 2x എന്ന് വരും. ഇവിടെ 2നെ, ഈ ടേമിൽ 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് d/dx ഓഫ് എക്സ് കാണും. 2 d/dx ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ d/dx ഓഫ് 6 കോൺസ്റ്റന്റിന്റെ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 × 2x മൈനസ് 2 × 1 അപ്പൊ ഈക്വൽ ടു മൈനസ് 12x മൈനസ് 2. ഓക്കെ, ആൻസർ ഈസ് 12x മൈനസ് 2. ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, സിമ്പിൾ ആയതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞ് പോകുന്നത്. So derivative of 2 cos x plus 1. Derivative of 2 cos x plus 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതും. d/dx of 2 cos x
പ്ലസ് 1. ഇപ്പൊ എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് 2 cos x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1. ഡി ബൈ ഡി എക്സ് 1 എന്താണ് 0 ആയി പോകും. 2 cos x 2 പുറത്തേക്ക് എടുത്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് cos x എന്ന് വരുമ്പോൾ എന്താണ് cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 2 ഇൻറ്റു മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ -2 sin x എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് -2 sin x ആൻസർ കിട്ടിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻസ് ടു 3 3x³ മൈനസ് 2x² പ്ലസ് 2. ജസ്റ്റ് നമ്മൾ ലിമിറ്റിന്റെ എന്ത് ചെയ്യാം, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ടേമിനെയും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പൊ എന്താണ് ലിമിറ്റ് x ടെൻസ് ടു 3 3x³ പ്ലസ് ലിമിറ്റ് x ടെൻസ് ടു 3 2 മൈനസ് 2x² പ്ലസ് ലിമിറ്റ് x ടെൻസ് ടു 3 2. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, എക്സിനൊക്കെ എന്ത് ചെയ്യും 3 പുട്ട് ചെയ്യും, കോമൺ വാല്യൂസ് പുറത്തേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ എന്താണ്, ഫസ്റ്റ് ടേം എന്താണ് 3x³ ആണ്. 3x³ എന്ന് 3 പുറത്തേക്ക് എടുത്തു. x³ എക്സിന് 3 കൊടുക്കുമ്പോൾ എന്താണ് 3 ഇൻറ്റു 3³ വരും. 3 ഇൻറ്റു 3³ എത്രയാണ് 3 ഇൻറ്റു 27. ദെൻ നെക്സ്റ്റ് ടേമിൽ 2x² ആണ്. അതായത് 2നെ പുറത്തേക്ക് ഇട്ടിട്ട് x² എക്സിന് എന്ത് കൊടുക്കും, നമ്മൾ 3 കൊടുക്കും. സോ ഇവിടെ എന്ത് വരും 3² വരും. 3² എത്രയാണ് 9 ആണ്. 2 ഇൻറ്റു 9 വരും. ദെൻ ബാക്കി ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ലിമിറ്റ് 2 തന്നെ. അപ്പോൾ ആൻസർ നോക്കിയാൽ 3 ഇൻറ്റു 27 മൈനസ് 2 ഇൻറ്റു 9 പ്ലസ് 2. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് 64. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ക്ലാസ്സിൽ പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ഫോർമുലാസുകളും പ്രോപ്പർട്ടീസുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് MCQs നോക്കാം. ഫോർമുലാസുകളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാം. എങ്കിലേ നമുക്ക് MCQകൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് MCQs വർക്കൗട്ട് ചെയ്യാം. സോ താങ്ക് യു.